ശരീരത്തിൻ്റെ വേദന മാത്രമല്ല, അതിലപ്പുറം അവരനുഭവിക്കുന്ന ധാരാളം പ്രയാസങ്ങളുണ്ട്. അവരുടെ കുടുംബത്തെക്കുറിച്ചും അവരുടെ കുട്ടികളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും അവരുടെ ചികിത്സയെക്കുറിച്ചും എല്ലാം. അപ്പോൾ ആ ഒരു വേദന എന്താണെന്നുള്ളത് തിരിച്ചറിയുകയും അതിൽ നമുക്ക് ഇടപെടാൻ പറ്റുകയും ചെയ്യുന്നതാണ് ശരിക്കും പാലിയേറ്റീവ് കെയർ. അപ്പോൾ അവിടെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത്, ഞങ്ങൾ പാലിയേറ്റീവ് കെയറിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാജഗോപാൽ സാറും ഞാനുമാണ് അന്നത്തെ ഒ പി എന്നൊന്നും പറയാൻ പറ്റില്ല, അവിടുത്തെ അന്നത്തെ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്നിട്ട് മെയിൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഗ്ലൗസൊക്കെ പാക്ക് ചെയ്തിരുന്ന ഒരു കുഞ്ഞു റൂം അവിടെയാണ്. അപ്പോൾ അവിടെ ഒരു അമ്മ ഒരു പേഷ്യൻ്റായിട്ട് വരികയാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വേദനിച്ചിട്ട് ശരിക്കും എന്താ പറയുക, സഹിക്കാൻ പറ്റാത്ത വേദനയായിട്ട് സാറിൻ്റെ അടുത്ത് പറയുക, സാറേ എന്നെ ഒന്ന് കൊന്നു തരുമോയെന്ന്. അത് ശരിക്കും എന്താ പറയുക, അപ്പോൾ അവരനുഭവിക്കുന്ന ആ വേദന എന്നുള്ളത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അവർക്ക് സാറ് അന്ന് ഒരു പൊട്ട് മോർഫിൻ ഗുളികയാണ് വേദന കുറയാൻ വേണ്ടി കൊടുത്തത്. അത് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ അമ്മ ശരിക്കും ഇരുന്ന് ഒരു ഗ്ലാസ് കാപ്പി വാങ്ങി കുടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ആ മുഖത്ത് വരുന്ന ഒരിതുണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണോ ഞാൻ ഇത്രയും കാലം വേദന സഹിച്ചത്. എന്നിട്ടിങ്ങനെ ഒരു നാണം കലർന്ന പോലെയാണ് പിന്നെ അവർ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ എന്നെ കൊന്നു തരാനല്ലേ പറഞ്ഞത്, പക്ഷേ എനിക്കിപ്പോൾ മരിക്കണമെന്നൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വേദന കൊണ്ടാണ് ഞാനത് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ വേദന എത്രമാത്രം അവരെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗുളിക കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് ശരിക്കും ബാക്കി ആളുകൾക്കും കൂടിയും കൊടുത്തുകൂടാ എന്നുള്ള ആ ഒരു ചിന്ത ശരിക്കും എല്ലാവരിലേക്കും വരിക ചെയ്യുന്നത്. പിന്നെ അന്ന് നമ്മൾ ആ കുഞ്ഞു റൂമിൽ, പിന്നെ അതിന് ശേഷം നമ്മൾ വേറെ ഒ പി ആയിട്ട് താഴെ ഒരു ബിൽഡിങ്ങൊക്കെ, അന്ന് വാട്ടർ അതോറിറ്റിയുടെ ഒരു എന്താ പറയുക ഗോഡൗൺ ആയിരുന്നു അതൊക്കെ നന്നാക്കി എടുത്ത് അവിടെയാണ് പിന്നെ നമ്മളുടെ ഒ പി തുടങ്ങുന്നത്. അപ്പോൾ അന്ന് വോളണ്ടിയേഴ്സായിട്ട് പറഞ്ഞാൽ ഞാനുണ്ട്, ലിസിയുണ്ട്, പിന്നെ ഒരു അമീൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോമിയോ ഡോക്ടറുണ്ട്, അവർ മലപ്പുറത്തുള്ള, അവരും വോളണ്ടിയറായിട്ട് വരുന്നുണ്ട്. പിന്നെ പ്രവീൺ, ഇവിടെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്, പ്രവീൺ വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അടുത്ത് പേഷ്യൻ്റായിട്ട് വന്നിരുന്ന ആ പേഷ്യൻറ്റിൻ്റെ ഹസ്ബൻഡാണ് ഒരു ബാലേട്ടൻ മരിക്കുന്നവരേക്കും അവസാന കാലം വരേക്കും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ കുറേ പേര് പാലിയേറ്റീവ് കെയറിലേക്ക് അങ്ങനെ വരുന്നു. പേഷ്യൻ്റായിട്ട് വരുന്നവരുടെ ബൈസ്റ്റാൻഡേഴ്സ് എന്ന് വെച്ചാൽ ഒരു ബീന ഇപ്പം നമ്മളുടെ കൂടെ ഒരു നേഴ്സായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ വന്ന് കണ്ട് അവർക്ക് കിട്ടുന്ന ആ ഒരു സേവനം അവർക്ക് പിന്നീട് ബാക്കിയുള്ളവർക്കും കൂടിയും അത് എത്തിക്കണം എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിയേറ്റീവ് കെയർ എന്താണെന്നുള്ളത് സത്യത്തിൽ നമുക്ക് അവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നമ്മളുടെ പേഷ്യൻ്റായിട്ട് വന്നിട്ട് തന്നെ വോളണ്ടിയറായിട്ട് വന്നിട്ടുള്ള 2 പേരുണ്ട് എടുത്തു പറയേണ്ടതായ. ഒരു ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്, അവൻ അതോടൊപ്പം തന്നെ വോളണ്ടിയറായിട്ട് വരുന്നു. പിന്നെ ഒരു സുബൈർക്ക 4 മക്കളും വൈഫും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. കാല് ആംബ്യൂട്ടേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മൂപ്പര് ഒരു നേരത്തെ മെഡിക്കൽ റെപ്പായിരുന്നു. പിന്നെ അസുഖം വന്നതിന് ശേഷം അവിടേക്ക് നമ്മളുടെ അവിടെ വരുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, നമ്മൾ കാണുന്നു, വോളണ്ടിയർ ആവുന്നു. ഇതിലൂടെയാണ് പിന്നീട് ഇവരുടെ ഈ ശാരീരിക പ്രയാസങ്ങൾ മാത്രമല്ല മറ്റ് ബുദ്ധിമുട്ടുകളും കൂടിയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് റിഹാബിലിറ്റേഷൻ, പുനരധിവാസം എന്ന് പറയുന്ന ആ ഒരു ചിന്തയിലേക്കും കൂടിയും വരുന്നത്. അങ്ങനെയാണ് സുബൈർക്ക ഒരു കോഫി വെൻഡിങ് മെഷീൻ നമ്മൾ എന്ന് വെച്ചാൽ അവിടെ മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ തന്നെ ഇടുന്നതും അതിലൂടെ ഒരു വരുമാനം കണ്ടെത്തുന്നതും ഒക്കെ ആയിട്ട്. പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ അവരുടെ വേദനയും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ പേഷ്യൻ്റ് അവിടെ വരുന്നവരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കുറേ ആളുകളെങ്കിലും ആശുപത്രിയിലെത്താതെ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഹോം കെയറിനെ കുറിച്ച് ആലോചിച്ചു. അങ്ങനെയാണ് നമ്മൾ പിന്നെ വീടുകളിൽ പോയിട്ട് രോഗികളെ കാണാൻ തുടങ്ങുന്നത്. അന്നത്തെ കാലത്ത് ക്യാൻസർ പേഷ്യൻസിനെ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട്
അപ്പോൾ ഇങ്ങനെ വീടുകളിൽ പോകുമ്പോഴാണ് സത്യത്തിൽ അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഹോസ്പിറ്റലിൽ വരുമ്പോൾ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബന്ധുവായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ അവരുടെ അകന്ന ബന്ധുക്കളായിരിക്കും വരിക, പിന്നെ അവരുടെ ചുറ്റുപാടിനെ കുറിച്ചോ അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ വീട്ടിൽ പോയിട്ട് കാണുമ്പോൾ അവരാരായിരുന്നു എന്നും ഇപ്പം അവരെന്താണെന്നും അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ളതും അവരെ വീട്ടിലും ബാക്കി ആളുകളും എല്ലാവരെയുമായിട്ട് നമുക്കൊരു എന്താ പറയുക, കുടുംബ അന്തരീക്ഷത്തിൽ വെച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും, അതോടൊപ്പം തന്നെ അവരുടെ വീട്, അവരുടെ ചുറ്റുപാട്, അവരുടെ ബന്ധുക്കൾ അവിടെ വെച്ച് കാണുമ്പോൾ അവരെത്രമാത്രം കംഫർട്ടബിൾ ആവുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിലൂടെയാണ്. അങ്ങനെയാണ് നമ്മൾ ഹോം കെയറിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഹോം കെയർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം പാലിയേറ്റീവ് കെയറിൻ്റെ ബാക്ക് ബോണാണ്. ഹോം കെയർ ആണ് എന്ന് വെച്ചാൽ ഒന്നിനൊന്ന് ഇതല്ല. പക്ഷേ ഒരു വീടുകളിൽ പോയിട്ട് നമ്മൾ രോഗികളെ കാണുമ്പോൾ ആ രോഗിയെക്കുറിച്ചും ആ രോഗിയുടെ ബന്ധുക്കളെക്കുറിച്ചും അവരുടെ ചുറ്റുപാടിനെക്കുറിച്ചും എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അവർക്കും ഒരു ആസ്പത്രി അന്തരീക്ഷത്തിലല്ലാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും ഒക്കെ പറ്റുന്ന ഒരു അവസ്ഥ ശരിക്കും അവിടെ നിന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഹോം കെയർ തുടങ്ങുന്നത്. പിന്നീടാണ് അങ്ങനെ ഹോം കെയർ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ക്യാൻസർ പേഷ്യൻസിനെയാണ് ആദ്യം നമ്മൾ കണ്ടിരുന്നതെന്ന്. കാരണം അവരുടെ ചികിത്സകളൊക്കെ എടുത്ത് ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ശരിക്കും അവരുടെ മുന്നിലുള്ള ഒരു വാതിൽ അടഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് എത്തുന്നത്. അങ്ങനെ നമ്മൾ വീടുകളിലൊക്കെ പോയിട്ട് കാണുമ്പോൾ ഒരിക്കലും ഒരു പേഷ്യൻ്റെ വീട്ടിൽ പോയപ്പോൾ അടുത്തുള്ള ഒരു പ്രായമായിട്ട് കിടക്കുന്ന ഒരമ്മ പറയുകയാണ്, ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെങ്കിലും നോക്കാണ്ടായിരുന്നല്ലോ എന്ന്. അതിലൂടെയാണ് ശരിക്കും ക്യാൻസർ പേഷ്യൻസ് മാത്രമല്ല മറ്റുള്ളവരും അവർക്കും കൂടി പാലിയേറ്റീവ് കെയർ ആവശ്യമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടാവുന്നതും. പിന്നീട് ഒരു ഗവൺമെൻറ് പോളിസി വരുന്നതും എല്ലാ ബെഡ്രിഡൻ പേഷ്യൻസിനെയും വീടുകളിൽ പോയിട്ട് കാണണം എന്ന് പറയണതും അത് നടപ്പിലാവുന്നതും ഒക്കെ ശരിക്കും വളരെയധികം മാനസികമായിട്ട് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ശരിക്കും ഞാൻ അതിലേക്ക് പോകാനുണ്ടായ പ്രധാന കാരണം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. കാരണം മൂപ്പര് എന്നെ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ മീൻസ് എന്നെ അവിടത്തേക്ക് എത്തിക്കുന്നത് തന്നെ മൂപ്പരാണ്. പക്ഷെ അങ്ങനെ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്കങ്ങനെ പോകാൻ പറ്റില്ല. അതിന് നമ്മൾ പോകുമ്പോൾ തന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് വേണം, അതോടൊപ്പം തന്നെ കുടുംബത്തിൽ നിന്നും. ഇപ്പം ഞങ്ങൾ 3 പേരും മാത്രമാണ്, പിന്നെ ഹസ്ബൻഡ് അമ്മയുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരാരെങ്കിലും, എൻ്റെ മോള് ചെറിയ കുട്ടിയാണ്, ഇപ്പോൾ അവൾ പറയുകയാണ് അമ്മ പോണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പ്രയോറിറ്റി ചിലപ്പോൾ അവളെ നോക്കലായിരിക്കും. പക്ഷേ ശരിക്കും എന്താ പറയുക, എല്ലാ ഭാഗത്തുനിന്നും ഉള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പേഷ്യൻസിനെ കാണുമ്പോൾ ഒരിക്കലും ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ അവരുടെ വിവരങ്ങളൊക്കെ ചോദിക്കുന്നതോടൊപ്പം തന്നെ അവർ തിരിച്ച് നമ്മളുടെ വിശേഷങ്ങളും ചോദിക്കും. അപ്പം അങ്ങനെ ചോദിച്ചിട്ട് ഒരു അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചത്, എന്തിനാ ഇങ്ങനെ വന്നിട്ട് വെറുതെ ജോലി ചെയ്യുന്നത്, ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ മുറ്റത്തിരുന്നിട്ട് ഒരു 10 പുല്ല് പറിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറ്റം വൃത്തിയാകുമായിരുന്നില്ലേ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവരെന്നെ പറയും, അല്ലേ ഇതുപോലെ കുറച്ച് പേരൊക്കെ വേണ്ടേ നമ്മളുടെ കൂടെ ഒന്നിരിക്കാനും വർത്താനം പറയാനും. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം. കാരണം ഏതൊരു ആശുപത്രിയിൽ പോയാലും ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങുന്നു, തിരിച്ചു പോരുന്നു എന്നതല്ലാതെ ഞങ്ങളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാനോ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനോ പറയാനോ ഒന്നും അങ്ങനെ ആൾക്കാരുണ്ടായിട്ടില്ല. ഇതൊരു നല്ല കാര്യമാണ് കേട്ടോ എന്ന് അവരുടെ ഭാഗത്തുനിന്ന് തന്നെ കേൾക്കുന്നു. അപ്പോൾ അവർക്ക് അതിലൂടെ എത്രമാത്രം ഒരു റിലീഫ് കിട്ടുന്നോ അല്ലെങ്കിൽ സമാധാനം കിട്ടുന്നോ, അത് ശരിക്കും എന്താ പറയുക, അത് കേൾക്കുമ്പോഴാണ് നമുക്കും നമ്മളെന്താണ് ചെയ്യുന്നതെന്നും അതിലൂടെ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് നമ്മൾ ആ ശമ്പളത്തിനേക്കാൾ ഉപരി നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു മാനസിക ഒരു സംതൃപ്തി എന്നുള്ള ഒന്നുണ്ടല്ലോ, അതും ശരിക്കും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതെന്താന്നുള്ളത് സത്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ അവിടേക്ക് വരുന്നതും. എന്ന് വെച്ചാൽ ഞാൻ അന്നത്തെ കാലത്തൊക്കെ പിന്നെ 2001 ഞാൻ അവിടെ നേഴ്സായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി മുമ്പ് നമുക്ക് ഫുൾ ടൈം അങ്ങനെ ഇല്ലായിരുന്നു. നമ്മൾ പോകുന്നു, വൈകുന്നേരം മോളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങോട്ട് എത്തുന്നു, അങ്ങനെയായി. പിന്നെ നമുക്കവിടെ 2003 IP വരുന്നു, ഇൻപേഷ്യൻ്റ് കെയർ യൂണിറ്റ്. അവിടെ വരുമ്പോൾ നമുക്ക് നൈറ്റ് ഉണ്ട്, ഡേ ഉണ്ട്, ഡ്യൂട്ടി ടൈം ഉണ്ട്. അപ്പോഴൊക്കെ
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഞാനിതൊക്കെ നിർത്തി പോന്നാലോ എന്ന് വരെ ആലോചിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, കാരണം അവരുടെ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മളും ഇമോഷണലി ഭയങ്കര പ്രശ്നമാവും. അങ്ങനെ നിർത്താൻ വേണ്ടി നിർത്തിയാലോ എന്ന് വരെ ആലോചിച്ച സമയത്തും വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് തന്നെയാണ് എന്നെ അതിന് വീണ്ടും തുടരാനായിട്ട് പ്രേരിപ്പിച്ചത്. അപ്പോൾ ആ നൈറ്റൊക്കെ എടുക്കുന്ന സമയത്ത് എൻ്റെ മോള്, അന്ന് ഫോണ് പോലും ഇല്ല, മോള് ചെറിയ കുട്ടിയാണ്, അവളിവിടെ ഒറ്റയ്ക്കാണ്, വേണ്ട ഷോപ്പിലായിരിക്കും. പക്ഷേ അവളും ശരിക്ക് എന്താ പറയുക, അമ്മ അങ്ങനെ പോകുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അവൾക്കറിയാം എന്തിനാണ് അമ്മ പോകുന്നതെന്നും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അന്നും അതെ ഇന്നും അതെ അവളും പാലിയേറ്റീവ് കെയറിനോട് ശരിക്കും എന്താ പറയുക, നല്ല എന്താണ് പാലിയേറ്റീവ് കെയർ എന്നുള്ളത് ശരിക്കും നമ്മളുടെ കുടുംബത്തിലുള്ളവരും മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ പറയുന്നതിനേക്കാളും അത് ശരിക്കും കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി അതിലിടപെടുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അത് ശരിക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും ഒക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിനെ പറഞ്ഞാൽ എൻ്റെ ഭർത്താവിനും കുട്ടിക്കും മാത്രമല്ല, എൻ്റെ ചുറ്റുപാടുള്ളവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും, അങ്ങനെ കുറേ പേര്. അന്നത്തെ കാലത്തൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു, നിലമ്പൂർ പാലിയേറ്റീവ് കെയർ തുടങ്ങിയ സമയത്ത് റംല എന്ന് പറഞ്ഞിട്ട് ഒരു വോളണ്ടിയർ, ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരു മുസ്ലിം സ്ത്രീ അതിലേക്ക് വരുമ്പോൾ എത്രമാത്രം അവർ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ അറിയാലോ, ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരാൾ, ഒരു സ്ത്രീ വരുമ്പോൾ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ. പക്ഷേ ഇന്നും അവർ പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. അതോടൊപ്പം അവരെ കണ്ട് മനസ്സിലാക്കിയിട്ട് എത്രയോ ആളുകൾ വോളണ്ടിയേഴ്സായിട്ട് പാലിയേറ്റീവ് കെയറിലേക്ക് വരുന്നു. ഇപ്പോൾ ശരിക്കും എന്താ പറയുക, എല്ലാ ഭാഗത്തും പാലിയേറ്റീവ് കെയർ എത്തിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും നല്ല ശതമാനം പിന്നെ സാധാരണ വീട്ടമ്മമാരാണെങ്കിലും സ്കൂൾ കുട്ടികളാണെങ്കിലും കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും സാധാരണ ആൾക്കാരാണെങ്കിലും എല്ലാവരും തന്നെ പാലിയേറ്റീവ് കെയർ വോളണ്ടിയർ ട്രെയിനിങ് എടുക്കുന്നു. അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ട്രെയിനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ വന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ വരിക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല, ഒരു പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, പക്ഷേ ഇല്ല എന്നും പറയാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു ശതമാനം ആളുകൾക്കും അവരെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞ് അവസാനം ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരുടെ മുന്നിലുള്ള ആ ഒരു വാതിൽ അടഞ്ഞു കിടക്കുക ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ശരിക്കും എന്ത് ചെയ്യണം എന്നുള്ള ഒരു അറിവില്ലായ്മ കൊണ്ടും അവരുടെ പ്രയാസങ്ങൾ ശരിക്കും നേരിട്ട് കാണുന്നത് കൊണ്ടുണ്ടാവുന്ന കുറേ മാനസിക പ്രയാസങ്ങളുണ്ട്. പക്ഷെ അവർക്കൊരു ബാധ്യതയാവുന്നു എന്നുള്ളത് നമുക്ക് വളരെ റെയറായിട്ടാണ് അതുപോലെയുള്ളത് കാണുന്നത്. പക്ഷെ പലപ്പോഴും അവർക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ള ആ ഒരു അവസ്ഥയാണ് അവരെ അതിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ അവിടെയാണ് നമുക്ക് പലതും ചെയ്യാനുണ്ട് എന്നുള്ളത് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി, പേഷ്യൻ്റെ മാത്രമല്ല, കാരണം അവരുടെ കൂടെയുള്ള അവരുടെ ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും ചിലപ്പോൾ പേഷ്യൻ്റിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബന്ധുക്കളായിരിക്കും. അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കി അവരുമായിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട്, ഇത് ശരിക്കും ഒരു ടീം വർക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ മാത്രമല്ല, ഇപ്പോൾ ഡോക്ടേഴ്സും നേഴ്സസും അതുപോലെ തന്നെ വോളണ്ടിയേഴ്സും പേഷ്യൻറ്റും അവരുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടിയുള്ളതാണ്. പിന്നെ ടെർമിനൽ പേഷ്യൻസ് മാത്രമല്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ അടുത്ത് എത്തുന്നത്. കാരണം മുമ്പ് അങ്ങനെയായിരുന്നു. അന്നത്തെ കാലത്ത് അതാണ്, വീടുകളിലൊക്കെ നമ്മൾ പേഷ്യൻറ്റിനെ കാണാൻ പോകുമ്പോൾ ചില ആളുകൾ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് എന്നുള്ളത് ചുറ്റുപാടുള്ള ആളുകൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് വീടുകളിൽ ചെല്ലുന്നതൊന്നും അന്നത്തെ കാലത്ത് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ പേഷ്യൻസിനെ മാത്രമല്ല നമ്മൾ കാണുന്നത്, വീടുകളിൽ പോയിട്ട് ബാക്കി അസുഖമുള്ള പ്രായമായിട്ടുള്ളവരുണ്ട്, അരയ്ക്കുന്നതായിട്ട് കുഴഞ്ഞു പോയവരുണ്ട്, സ്ട്രോക്ക് വന്നിട്ടുള്ളവരുണ്ട്, അങ്ങനെയുള്ള രോഗികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ വീടുകളിൽ പോകുന്നത് അത്ര അവർക്ക് എന്താ പറയുക താല്പര്യക്കുറവായിട്ട് അങ്ങനെ കാണുന്നത്. പക്ഷേ അങ്ങനെ ഇഷ്ടമല്ലാത്ത ആളുകളുടെ അടുത്ത് നമ്മൾ കയറി ചെല്ലാനും പാടില്ല. കാരണം അതും കൂടി നമ്മൾ മനസ്സിലാക്കണം.
കാരണം നമ്മൾ സഹായിക്കാനായിട്ട് പോയിട്ട് അവർക്കൊരു ഉപദ്രവമായി പോവരുത്. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും. കാരണം സാമ്പത്തിക ബാധ്യത പക്ഷേ അതാ ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം അവരെ ചികിത്സിച്ച് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി എല്ലാ ചികിത്സകളും കഴിഞ്ഞ് അവസാനമായിരിക്കും അവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ആ ഒരു സ്ഥിതിയിലാണ് പലപ്പോഴും പണ്ട് നമ്മളുടെ അടുത്ത് എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ അവർക്ക് അസുഖം തുടങ്ങുന്നതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയറും കൂടിയും പിന്നെ വരുന്നുണ്ട്. പണ്ട് കാലത്ത് ഡോക്ടേഴ്സ് വരെ നമ്മളുടെ അടുത്തേക്ക് റെഫർ ചെയ്യില്ലായിരുന്നു. അതുകൊണ്ടാണ് അവസാന കാലത്താണ് നമ്മളുടെ അടുത്ത് എത്തുക. എന്ന് വെച്ചാൽ അന്നൊക്കെ പറഞ്ഞിരുന്നത്, ഡോക്ടർമാർ വരെ പറഞ്ഞിരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്, പേഷ്യൻസ് പറയാറുണ്ട്, മോർഫിനല്ലേ അവിടെ നിന്ന് കൊടുക്കുന്നത്, അത് പിന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മയങ്ങിക്കിടക്കുക ചെയ്യുക, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവസാന നിമിഷം എത്താറ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ചികിത്സ എടുക്കുന്നതോടൊപ്പം തന്നെ അവർ പാലിയേറ്റീവ് കെയറിലേക്ക് റെഫർ ചെയ്യുന്നുണ്ട്. പിന്നെ റെഫറൻസ് മാത്രമല്ല, രോഗികൾ പറഞ്ഞിട്ടും കേട്ടിട്ടും വോളണ്ടിയേഴ്സ് പറഞ്ഞിട്ടും ഒക്കെ നമ്മളുടെ പാലിയേറ്റീവ് കെയറിലേക്ക് പേഷ്യൻസ് വരുന്നുണ്ട്. ശരിക്കും അവരുടെ ആ ഒരു ബാധ്യത, പിന്നെ പാലിയേറ്റീവ് കെയറിൽ വരുമ്പോൾ അവർക്ക് വേറെ സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല. കാരണം നമ്മൾ അവിടെ നിന്ന് അവർക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് മെഡിസിൻസ് കൊടുക്കുന്നതും, അതുപോലെ IPയിൽ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഫുഡ്, അക്കോമഡേഷൻ, മെഡിസിൻ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. പക്ഷേ അവർക്ക് ഫിനാൻഷ്യലി അവർക്ക് കുറച്ച് വെൽ ഓഫ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ സർവീസൊക്കെ മനസ്സിലാക്കി നമ്മൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ പേഷ്യൻ്റെ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സുമായിട്ട് നമ്മൾ ഒരു ഫാമിലി മീറ്റിംഗ് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ രോഗിയെ നോക്കുന്ന അവരുടെ പ്രൈമറി കെയറേഴ്സ് അവരുമായിട്ടിരിക്കുമ്പോൾ ആ രോഗിയെക്കുറിച്ചും അവരുടെ അസുഖത്തെക്കുറിച്ചും അവരുടെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും എല്ലാവരുടെ ചുറ്റുപാടിനെക്കുറിച്ചും എല്ലാം സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിലൂടെ അവർക്ക് ശരിക്കും എന്താ പറയുക, നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടുതലായിട്ട്. അപ്പോൾ അവർക്ക് അവിടെ ബാധ്യതകൾ, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിൽ അവർക്ക് ബാധ്യതകളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ നേരത്തെ അവർക്ക് കുറേ ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ടാവും. സ്ത്രീകളാണ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും വരുന്നത്. പക്ഷേ പുരുഷന്മാരും ഉണ്ട് കേട്ടോ, പുരുഷന്മാരും ഇല്ലാതില്ല. അങ്ങനെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര മടിയായിരുന്നു. വീട്ടമ്മമാരാണെങ്കിലും ഇപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പേഷ്യൻറ്റിനെ കാണുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ ഒരു തിരിച്ചറിയുകയും, ഇപ്പോൾ ഒരു പേഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അവരുടെ കൂടെ ഇരിക്കുകയും അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സമാധാനം ഉണ്ടല്ലോ, അത് ശരിക്കും വളരെ വലുത് തന്നെയാണ്. അതിനിപ്പോൾ എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്? ഒന്നും വേണ്ട, നമുക്ക് നല്ലൊരു മനസ്സുണ്ടായാൽ മതി. അവരുടെ അടുത്ത് കുറച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ വീട്ടുകാരെ ഒന്ന് സഹായിക്കുന്നു, അവരെ ഒന്ന് കുളിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുക്കാനോ, അപ്പോൾ അവരുടെ ആ കെയറേഴ്സിനും ഒരു റിലീഫാണ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും എന്താ പറയുക, സ്ത്രീകളെ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരായിട്ടുള്ളവരും അവർക്കും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും എല്ലാവർക്കും ഒരു മെയിൽ പേഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആവുക അവർ ചിലപ്പോൾ മെയിൽ പിന്നെ വോളണ്ടിയേഴ്സ് ആയിരിക്കും. അങ്ങനെ തന്നെ ആയിക്കോളണമെന്നില്ല കേട്ടോ, നേരെ തിരിച്ച് ഉണ്ടാവലുണ്ട്. ശരിക്കും ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാർ മാത്രമൊന്നുമല്ല, ജോലിക്ക് പോകുന്നവരാണെങ്കിലും അവർ വോളണ്ടിയർ ട്രെയിനിങ് എടുക്കുന്നു, പേഷ്യൻസിനെ കാണുന്നു, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു, അവർ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നു, ഒരു ടീമായിട്ട് പിന്നെ പ്രവർത്തിക്കാൻ പറ്റുന്നു. ശരിക്കും ഇപ്പോൾ അതൊരു പ്രസ്ഥാനമായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു തുടക്കക്കാരി എന്നുള്ള നിലയിൽ ഞാനതിൽ എന്താ പറയുക വന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു തോന്നലുണ്ട്. പക്ഷേ ചെയ്യാനായിട്ട് ഇനിയും ഒരുപാടുണ്ട്.